സംസ്ഥാന സർക്കാർ ഇപ്പോൾ തട്ടിപ്പറിയുടെ ഗവൺമെന്റായി മാറിയിരിക്കുന്നുവെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. കോൺഗ്രസ് കട്ടപ്പന മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്തരിച്ച മുൻ KPCC പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് സെമിനാർ ആരംഭിച്ചത്. നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനായി KPCC ആവിഷ്കരിച്ച മിഷൻ 2025 പദ്ധതിയുടെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. സംസ്ഥാന സർക്കാർ ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് പണം തട്ടിപ്പറിക്കുന്ന ഗവൺമെന്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്ഥലങ്ങളുടെ തറവിലയിലടക്കം വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് UDF ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി പറഞ്ഞു. ഹൈറേഞ്ച് മേഖലയിൽ കെട്ടിട നിർമ്മാണ നിരോധനം നിലനിൽക്കുകയാണ്. ഈ കെട്ടിട നിർമ്മാണ നിരോധനം പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നടപടികളുമായി ഗവൺമെന്റ് മുമ്പോട്ട് പോവുകയാണ്. അടുത്ത ദിവസം, അതായത് ഈ 17-ാം തീയതി തന്നെ നാളെ മുഖ്യമന്ത്രി ചെറുതോണിയിൽ വന്ന് പ്രഖ്യാപനം നടത്താൻ വേണ്ടിയാണ് ഇരുന്നത്. എന്നാൽ നിലമ്പൂര് തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വരവ് മാറ്റിവെച്ചിരിക്കുന്നത്. ഈ വരാൻ പോകുന്ന ഈ ചട്ട ഭേദഗതി എന്ന് പറയുന്നത് നമുക്ക് വലിയ KPCC സെക്രട്ടറി തോമസ് രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷനായിരുന്നു. പുതുതായി നിയമിക്കപ്പെട്ട മണ്ഡല ഭാരവാഹികൾ പരിപാടിയിൽ വെച്ച് ചുമതല ഏറ്റെടുത്തു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ബെന്നി, നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, നേതാക്കളായ ജോസ് മുത്തനാട്ട്, ബെന്നി തുണ്ടത്തിൽ, ജോയി ആനിത്തോട്ടം, ബീന ജോബി, ഷൈനി സണ്ണി, ഷാജി വെള്ളമകൽ, പ്രശാന്ത് രാജു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.